സ്ഥലമെടുത്ത് വന്നതാണ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്വന്തം നാട്ടുകാരനായിട്ട് തന്നെ അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിനോടൊപ്പം തന്നെ ഈ ഉദയംപേരൂരും ഒക്കെ ഒരു കൃഷിയുടെ ഒരു വലിയ വിപ്ലവം തന്നെ സംഭവിച്ചു കഴിഞ്ഞൊരു 13-14 വർഷത്തിൽ. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള, ഓർക്കുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആഗ്രഹിച്ച രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അച്ഛനെ പറ്റി. അപ്പോൾ അതിന് കൂടെ നിന്നത് നിങ്ങളെല്ലാവരുമാണ്. അപ്പോൾ ഇവിടെ ഈ സഹകരണ ബാങ്കിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിലും സുവനീർ പ്രകാശനത്തിന് വരാൻ സാധിച്ചതും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അമ്മയാണ് പറഞ്ഞത് നീ എന്തായാലും വരണമെന്ന്. അപ്പോൾ അമ്മയുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങളായിട്ട് ആൾക്കാർ എപ്പോഴും വരാറുണ്ട്. പക്ഷേ അമ്മ അതെന്നെ അറിയിക്കും, പക്ഷേ എല്ലാ കാര്യത്തിനും വരാൻ പറയാറില്ല. അപ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് അമ്മ മാറും. അപ്പോൾ ശിവ മാം ഈ കാര്യം പറഞ്ഞപ്പോൾ ഇതിന് നീ എന്തായാലും പങ്കെടുക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ വല്ലപ്പോഴും മാത്രമേ പറയാറുള്ളൂ. എന്തായാലും ഇവിടെ വരാൻ സാധിച്ചാലും ഇങ്ങനൊരു സഹായം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ഞാൻ വരുമ്പോൾ തന്നെ ഇവിടുത്തെ ഓർക്കസ്ട്ര അമൃതവർഷിണി മ്യൂസിക് ക്ലബിൻ്റെ പാട്ടും കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ കേരള അച്ഛനും മോളും ഭയങ്കര രസമായിട്ട് പാടി. അപ്പോൾ അത് കേട്ടതിനും സന്തോഷമുണ്ട്. തുടർന്നും ഉദയംപേരൂരിലുള്ള ഇതുപോലെയുള്ള ഈ അച്ഛൻ സഹകരിച്ചിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ചേർന്ന് സഹകരിക്കാൻ എനിക്കും ധ്യാനും ഒക്കെ ആഗ്രഹമുണ്ട്. പറ്റുന്ന സമയങ്ങളിലൊക്കെ അതിനു വേണ്ടിയിട്ട് വരാൻ ഞങ്ങൾ രണ്ടുപേരും ശ്രമിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ധ്യാനം കുറച്ചും കൂടി നാട്ടിലുണ്ടാവാറുണ്ട്, അതിനത് കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷെ ഞാനും എന്നാൽ കഴിയുന്ന രീതിയിൽ അത് നമ്മുടെ നാട് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് അത് വിചാരിക്കുന്നത്. എന്തായാലും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കേരളത്തിന് എത്രയും പെട്ടെന്ന് ഒരു മുഖ്യമന്ത്രിയെ കിട്ടാൻ നമസ്കാരം. താങ്ക് യു. നമ്മുടെ സുവനീർ ഏറ്റുവാങ്ങിയത് നമ്മുടെ പ്രിയ നാട്ടുകാരനും ചിത്രകാരനും ഡോക്യുമെന്ററി സംവിധായകനുമായ ബിനുരാജ് കലാപീഠം അവർകളാണ്. നമുക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കുന്നതിനായി ബിനുരാജിനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.